ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് അല്ലെങ്കിൽ ESW എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ വെൽഡിംഗ് മെത്തേഡ്സ് പഠിച്ചു, ആർക്ക് വെൽഡിംഗ് പഠിച്ചു, റെസിസ്റ്റൻസ് വെൽഡിംഗ് പഠിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ESW എന്നുള്ളത് ഒരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സാണ്. ബേസിക്കലി ഈ ഒരു രീതിയിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് ESW അല്ലെങ്കിൽ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്നുള്ളത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് തിക്ക് പ്ലേറ്റുകൾ, 25 mm കൂടുതൽ തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ആർക്ക് വെൽഡിംഗ് വെച്ചിട്ടോ ഗ്യാസ് വെൽഡിംഗ് വെച്ചിട്ടോ ഒന്നും നമുക്ക് ഈ വളരെ തിക്നെസ് കൂടിയ പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് പാസുകൾ അതിലൂടെ നമ്മൾ ഒരുപാട് തവണ അത് ചെയ്യേണ്ടി വരും. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ആ വളരെ തിക്നെസ് കൂടിയ 80 mm വരെ തിക്നെസ് ഉള്ള പ്ലേറ്റുകളൊക്കെ നമുക്ക് ഒറ്റ പാസിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ പാസിൽ വെൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പ്രോസസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. സ്ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആ മോൾട്ടൺ ആ ഫ്ലെക്സിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു സബ്മേർജ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വെൽഡിംഗ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഡെവലപ്മെന്റ് ആണ് ഡെവലപ്ഡ് ഫോർ ദ വെൽഡിംഗ് ഓഫ് തിക്ക് പ്ലേറ്റ്സ് വിത്ത് എ സിംഗിൾ പാസ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ടത്. തിക്ക് പ്ലേറ്റുകളാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വിത്ത് ദിസ് പ്രോസസ് പ്ലേറ്റ്സ് ഓഫ് 25 mm ഓർ മോർ, 25 mm അതിൽ കൂടുതലോ, ആ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, 25 mm അതിൽ കൂടുതലോ തിക്നെസ് ഉള്ള പ്ലേറ്റുകളാണ് നമ്മൾ ഇത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത്. വിത്തൗട്ട് മൾട്ടിപ്പിൾ പ്രോസസ് ആൻഡ് വിത്തൗട്ട് എഡ്ജ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ബിവൽ ജോയിന്റോ വി ജോയിന്റോ ജെ ജോയിന്റോ അതൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. ദി ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പ്രോസസ് ഈസ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു വെൽഡിംഗ് പ്രോസസ് ആണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്നുള്ളത്. ദ പ്ലേറ്റ്സ് ടു ബി ജോയിൻഡ് ആർ കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടാണ് ഈ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ആക്സിസ് ഓഫ് വെൽഡ് ജോയിന്റ് ഈസ് വെർട്ടിക്കൽ. ദ ഫ്ലെക്സ് ഈസ് കണ്ടിന്യൂസ്ലി ഫെഡ് ഇൻ ടു ദ ഏരിയ ബീങ് വെൽഡഡ് വേർ ഇറ്റ് ഫോംസ് എ കവർ ഓഫ് മോൾട്ടൺ സ്ലാഗ് ഓവർ ദ വെൽഡ് മെറ്റൽ. This covering of molten slag serves as major source of heat for the electro slag welding process. The welding takes place in the flat or down hand position with the vertical upward travel of the weld ball. അതായത് വെർട്ടിക്കലായിട്ടാണ് ഈ വെൽഡിങ് നടക്കുന്നത്. താഴേന്ന് മുകളിലേക്ക് വെർട്ടിക്കലായിട്ടാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട പ്ലേറ്റുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കും. അതിന്റെ നടുക്കത്തേക്ക് നമ്മൾ ഫ്ലെക്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ വെർട്ടിക്കലിലാണ് ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് പ്ലേറ്റുകളാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. രണ്ട് പ്ലേറ്റുകൾ, പ്ലേറ്റ് എ പ്ലേറ്റ് ബി എന്ന് പറഞ്ഞ രണ്ട് പ്ലേറ്റുകൾ നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, ഇതിന്റെ തിക്നെസ് 25 mm കൂടുതലുള്ള രണ്ട് പ്ലേറ്റുകളാണ്, രണ്ട് മെറ്റൽ പ്ലേറ്റുകളാണ്. അപ്പോൾ ഞാൻ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന രണ്ട് പ്ലേറ്റുകളാണ്. ഇതിന്റെ നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇടും. ഇതിന്റെ നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇടും നമുക്ക്. അപ്പോൾ ഈ പ്ലേറ്റുകൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സർ വെച്ചിട്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് നിർത്തണം. പ്ലേറ്റുകൾ കറക്റ്റ് ആയിട്ട് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തണം. ഇതിന്റെ നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ താഴെ ഒരു ബേസ് പ്ലേറ്റും ഉണ്ട്. ഒരു ബേസ് പ്ലേറ്റ് വെച്ചിട്ട് ഈ രണ്ട് പ്ലേറ്റുകളെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബേസ് പ്ലേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. നമ്മുടെ മെറ്റൽ ഇതാണ്. ഒരു ബേസ് പ്ലേറ്റും ഇത് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഈ നടുക്കത്തെ സ്ലാഗിനെ നമുക്ക് പിടിച്ചു നിർത്തുന്നതിന് ഒരു ബേസ് പ്ലേറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സെന്ററിലേക്ക് നമ്മൾ കുറേ സ്ലാഗ് ഫ്ലെക്സ് ഈ സെന്റർ പൊസിഷനിൽ കുറേ ഫ്ലെക്സ് നമ്മൾ ഇവിടെ നിറയ്ക്കും. ഈ ഗ്യാപ്പിൽ കുറേ ഫ്ലെക്സ് ഇവിടെ നിറയ്ക്കും. ഫ്ലെക്സ് നിറച്ച ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അവിടെ ഒരു ഇലക്ട്രോഡ് നമ്മളിവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോഡ് എന്നുള്ളത് ഒരു ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ് വഴിയാണ് വരുന്നത്. അത് നമ്മൾ ഈ മറ്റ് വെൽഡിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ഇലക്ട്രോഡ് കോയിലിൽ നിന്നാണ് ഇലക്ട്രോഡ് താഴേക്ക് കണ്ടിന്യൂസ്ലി ഫെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് വയേർഡ് രൂപത്തിൽ തന്നെയാണ് ഇലക്ട്രോഡ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ് ഇതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കണക്ഷൻ, ഇത് തമ്മിൽ ഒരു പവർ സോഴ്സ് ഇത് തമ്മിൽ കൊടുക്കും. ഇവിടുന്ന് ഇങ്ങനെ ഒരു പവർ സോഴ്സും കൂടെ ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട്. ഒരു പവർ സോഴ്സ്, ഇലക്ട്രിക് പവർ സോഴ്സും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പവർ സോഴ്സിന്റെ ഒരു എൻഡ് ഇലക്ട്രോഡിലും മറ്റേ എൻഡ് നമ്മുടെ ബേസ് പ്ലേറ്റിലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു
ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഡയഗ്രാം വരച്ചെന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്നുള്ളത് ആർക്ക് വെൽഡിങ്ങിന്റെയും റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെയും കോമ്പിനേഷൻ ആണ്. ഇത് ആർക്ക് വെൽഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആർക്ക് വെൽഡിംഗ് അല്ല, പക്ഷേ ആർക്ക് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും റെസിസ്റ്റൻസ് വെൽഡിംഗ് അല്ല, പക്ഷേ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആർക്ക് വെൽഡിങ്ങിന്റെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ കൂടെ കോമ്പിനേഷൻ ആണ് ആക്ച്വലി ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവിടെ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഇലക്ട്രോഡിൽ നമ്മൾ പവർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ആർക്ക് സ്റ്റക്ക് ചെയ്യും. ആദ്യം ഒരു ആർക്ക് ഇവിടെ ഉണ്ടാവും, ഇലക്ട്രോണിന്റെ ടിപ്പിൽ ഒരു ആർക്ക് ഉണ്ടാവും, ഇലക്ട്രോണിന്റെ ടിപ്പിൽ ആർക്ക് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോണിന്റെ ടിപ്പിൽ ആർക്ക് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ താഴെയുള്ള ഈ ആർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു ഫ്ലെക്സും അതുപോലെ ഇലക്ട്രോണിന്റെ ഇടയിലാണ് ഈ ഒരു ആർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഈ ഫ്ലെക്സ് പതുക്കെ ചൂടാവാനായിട്ട് തുടങ്ങും അല്ലേ, പതുക്കെ ചൂടാവാനായിട്ട് തുടങ്ങും. എന്നിട്ട് കൂടുതൽ ഫ്ലെക്സ് നമ്മൾ ഇതിലേക്ക് വീണ്ടും പോർ ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ ഫ്ലെക്സ് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ നിറഞ്ഞ് ഇത് ഇലക്ട്രോഡിന്റെ ടിപ്പ് വരെ എത്തും. ഇലക്ട്രോഡിന്റെ ടിപ്പ് വരെ ഈ ഫ്ലെക്സ് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർക്ക് അവിടെ എക്സ്റ്റിങ്വിഷ് ആയി പോകും അല്ലെ, ആർക്ക് അവിടെ കിട്ടുപോകും, ആർക്ക് പിന്നില്ല. പക്ഷെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഈ പറഞ്ഞ ഈ ഒരു ഫ്ലെക്സ് എന്നുള്ളത് അത് ചൂടായിട്ട് അതൊരു മോൾട്ടൺ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മോൾട്ടൺ സ്റ്റേജ് ഉള്ള ഫ്ലെക്സ് അതിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ മോൾട്ടൺ സ്റ്റേജ് കാരണം ഇത് റെഡ് ഹോട്ടായിട്ട് മാറും. ഇത് റെഡ് ഹോട്ടായിട്ട് മാറും. അങ്ങനെ റെഡ് ഹോട്ടായാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. കറണ്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇലക്ട്രോഡ് വഴി, ഈ ഫ്ലെക്സ് വഴി, ബേസ് പ്ലേറ്റ് വഴി ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്ലെക്സ് എന്നുള്ളത് വളരെ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ വളരെ ബാഡ് കണ്ടക്ടർ ആണ് ഈ ഫ്ലെക്സ് എന്നുള്ള പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് കാരണം അവിടെ ചൂടുണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിളോട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ആർക്കുണ്ടായി, ആർക്കിലേക്ക് വീണ്ടും നമ്മൾ ഈ ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്ന കാരണം ആദ്യം ഒന്ന് ചൂടായി മോൾട്ടൺ ഫ്ലെക്സ് ആയിട്ട് മാറി, സ്ലാഗ് ആയിട്ട് മാറി. വീണ്ടും ഈ ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ത് സംഭവിക്കും? ആർക്ക് എക്സ്റ്റിങ്വിഷ് ആവും. അതിനുശേഷം അവിടെ ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ഇത് വീണ്ടും ചൂടാവുകയും ചെയ്യും. ഈ റെസിസ്റ്റൻസ് കാരണം വീണ്ടും ചൂടാവുകയും ചെയ്യും. അങ്ങനെ ചൂടാവുന്നത് കൊണ്ട് ഇതിങ്ങനെ മോൾട്ടൺ ആയിട്ട് കിടക്കും. ഈ ആർക്ക് ഇങ്ങനെ മോൾട്ടൺ ആയിട്ട് ഈ ഫ്ലെക്സ് ഇങ്ങനെ മോൾട്ടൺ മെറ്റലായിട്ട് ഇങ്ങനെ മോൾട്ടൺ സ്ലാഗായിട്ട് കിടന്ന് താഴേന്ന് ഇതെന്ത് സംഭവിക്കാൻ തുടങ്ങും? ഇത് വെൽഡായി മുകളിലേക്ക് വരാനായിട്ട് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതങ്ങനെ മേളറ്റം വരെ ഇതിങ്ങനെ നമ്മൾ ഇലക്ട്രോഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഇലക്ട്രോഡ് വീണ്ടും നമ്മൾ ഫീഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫ്ലെക്സും ഫീഡ് ചെയ്യും. അതങ്ങനെ പതുക്കെ മേളിലറ്റം വരെ ആ വെൽഡിങ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്. നിങ്ങൾ ബേസിക്കലി ഇതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. പ്രധാനമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ പറഞ്ഞ ഇലക്ട്രോഡ് ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്, പവർ സോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആദ്യം ഒരു ആർക്ക് അവിടെ സ്റ്റക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ആർക്ക് വെൽഡിങ് അവിടെ നടക്കും. അതിനുശേഷം ആ ചൂട് കാരണം ആ ഫ്ലെക്സ് എന്ത് ചെയ്യും? മോൾട്ടൺ സ്റ്റേജിലെത്തും. വീണ്ടും അവിടെ റെസിസ്റ്റൻസ് വെൽഡിങ് കാരണം അല്ലെങ്കിൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് കാരണം ഈ ഫ്ലെക്സിന്റെ ഇലക്ട്രിക് റെസിസ്റ്റൻസ് കാരണം വീണ്ടും ചൂടുണ്ടാവും. അങ്ങനെ വീണ്ടും മോൾട്ടൺ സ്റ്റേജിൽ തന്നെ കിടക്കും. അവസാനം ഇത് വെൽഡായി നല്ലൊരു വെൽഡായിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കറക്റ്റ് വെൽഡിങ് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാണെന്ന് കരുതുകയാണ്. ഇനി ഈ മോൾട്ടൺ മെറ്റൽ പുറത്തേക്ക് പോകരുതല്ലോ. ഈ മോൾട്ടൺ മെറ്റൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കോപ്പർ ഒരു പ്രത്യേക മെറ്റീരിയൽ ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട്. അത് വാട്ടർ കൂൾഡ് ആയിരിക്കും. കാരണം വലിയ ടെമ്പറേച്ചർ ഇവിടെ വരുമല്ലോ. അപ്പോൾ ഒരു വാട്ടർ കൂൾഡ് ആയിട്ടുള്ള ആ ഒരു ഫിക്സറും കൂടെ നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മളിനി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്, ഇവിടെ പവർ സപ്ലൈ നമ്മൾ വരച്ച സംഗതി തന്നെയാണ്. മോൾട്ടൺ സ്ലാഗ്, അതിനുശേഷം താഴേന്ന് വെൽഡിങ് ഇങ്ങനെ വെൽഡായി മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബേസ് പ്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സ്കിമാറ്റിക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഏതൊക്കെ പാർട്ടുകളാണ് ഈ താഴെ കാണുന്നതാണ് ബേസ് പ്ലേറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പർ ഷൂ എന്ന് അതിനെ പറയട്ടോ, കോപ്പർ ഷൂ അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ്. അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെൽഡ് പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ, അതിനെ തടഞ്ഞു നിർത്താനുള്ള ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോപ്പർ പ്ലേറ്റ് ഇവിടെ ഉണ്ട്, അത് വാട്ടർ കൂൾഡ് ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ ഗൈഡ്, ഇലക്ട്രോഡിന്റെ ഗൈഡ് ട്യൂബ് ഉണ്ട്, ഇലക്ട്രോഡ് ഉണ്ട്, അത് വയർ ഫീഡ് ആണ് ഇലക്ട്രോഡ് എന്നുള്ളത്. ദെൻ സോളിഡിഫൈഡ് വെൽഡ് മെറ്റലാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. അതിന് മുകളിൽ മോൾട്ടൺ വെൽഡ് മെറ്റൽ ഇവിടെ കാണാം. അതിന് മുകളിൽ എന്ത് കാണാം, ഇലക്ട്രോഡ്, ഈ പറഞ്ഞ അവിടെ ഫ്ലെക്സ് ആണ് അതിന് മുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം. ഇതിങ്ങനെ വെൽഡായി മുകളിലേക്ക് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു, an electric arc is struck between the electrode and the joint bottom with the help of a piece of a steel wool. Welding flux is added with melts by the heat of the arc. ആദ്യം ഹീറ്റ് ഓഫ് ദ ആർക്ക് കാരണം വെൽഡിംഗ് ഫ്ലക്സ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. When a thick layer of hot flux or molten slag is formed, the arc action stops and the electric current passes from the electrode to the workpieces through the conductive slag pool. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഹോട്ട് ഫ്ലെക്സ് മുകളിലേക്ക് വരും തോറും, തിക്ക് ലെയർ ആവും തോറും ആർക്കിന്റെ ആക്ഷൻ അവിടെ നിൽക്കും, ആർക്ക് പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലേക്ക് ഈ പറഞ്ഞ സ്ലാഗ് പൂള് വഴി ഇങ്ങനെ ഇലക്ട്രിക് കറണ്ട് വന്നുകൊണ്ടേയിരിക്കും. ആ ഇലക്ട്രിക് കറണ്ട് കാരണം ഇത് വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കും. ദ കണ്ടക്റ്റീവ് സ്ലാഗ് പൂൾ റിമെയിൻസ് മോൾട്ടൺ ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ രണ്ടാമത് പിന്നെ ചൂടാവുന്നത് റെസിസ്റ്റൻസ് കാരണമാണ്, ഈ പറഞ്ഞ ഫ്ലെക്സിന്റെ ആ സ്ലാഗിന്റെ റെസിസ്റ്റൻസ് കാരണമാണ്. ടു ദ ഇലക്ട്രിക് കറണ്ട് പാസിംഗ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ വർക്ക് ത്രൂ ഇറ്റ്. The temperature of this molten slag pool is 1650 degrees Celsius. ആ വാല്യൂ ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ പറഞ്ഞ മോൾട്ടൺ സ്ലാഗ് പൂളിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും അറ്റ് ദ സർഫസ് ആൻഡ് 1930 ഡിഗ്രി സെൽഷ്യസ് ഇൻസൈഡ് ഓർ അണ്ടർ ദ സർഫസ്. അപ്പോൾ ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ആ മോൾട്ടൺ പൂൾ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിന്റെ ആ മോൾട്ടൺ പൂളിന്റെ സർഫസിലുള്ള ടെമ്പറേച്ചർ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. ഇൻസൈഡിലുള്ള ടെമ്പറേച്ചർ 1930 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദ ഹീറ്റ് ഫ്യൂസസ് ദി എഡ്ജസ് ഓഫ് ദ വർക്ക് പീസ് ആൻഡ് ദ വെൽഡിംഗ് ഇലക്ട്രോഡ്. അപ്പോൾ ആ ഹീറ്റ് കാരണമാണ് ഈ എഡ്ജുകൾ ഫ്യൂസ് ചെയ്യുകയും എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സെറ്റായി മാറുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ വെൽഡിംഗ് ഫ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ വെൽഡിംഗ് ഫ്ലക്സ് ഷീൽഡ്സ് ദ മോൾട്ടൺ മെറ്റൽ ആൻഡ് റെഡ്യൂസസ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റലിനെ ഷീൽഡ് ചെയ്യും, അതുപോലെ തന്നെ ഓക്സിഡേഷൻ കുറയ്ക്കും. ഇറ്റ് ക്ലീൻസ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദ മോൾട്ടൺ മെറ്റൽ. ദ ഫ്ലക്സ് ഈസ് ആഡഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് പീരിയോഡിക്കലി. നമ്മളിങ്ങനെ മോളിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഫ്ലക്സ്, എങ്കിലേ അത് നടക്കുള്ളൂ. കോപ്പർ ഡാംസ് ഓർ ഷൂസ്, അതാണ് നേരത്തെ പറഞ്ഞത്. കോപ്പർ ഷൂസ് അല്ലെങ്കിൽ കോപ്പർ ഡാംസ്, water cooled copper shoes contain and confine the molten slag and molten welding metal until its solid phase. കേട്ടോ, ആ മോൾട്ടൺ സ്ലാഗിനെ അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റലിനെ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കോപ്പർ ഡാം അല്ലെങ്കിൽ കോപ്പർ ഷൂ വെച്ചിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദ കോപ്പർ ഷൂസ് ആക്സിലറേറ്റ് സോളിഡിഫിക്കേഷൻ ഓഫ് ദ വെൽഡ് മെറ്റൽ. ഈ വെൽഡ് മെറ്റലിന്റെ സോളിഡിഫിക്കേഷൻ കൂട്ടാനും അതിന്റെ സ്പീഡ് കൂട്ടാനും കോപ്പർ ഷൂ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലെസ് എഡ്ജ് പ്രിപ്പറേഷൻ, അവിടെ വലിയ എഡ്ജ് പ്രിപ്പറേഷന്റെ ആവശ്യമേ വരുന്നില്ല. രണ്ടാമത് തിക്കർ സ്റ്റീൽസ് ക്യാൻ ബി വെൽഡഡ് ഇൻ എ സിംഗിൾ പാസ്. ഒറ്റ പാസിൽ തിക്കർ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ഹൈ ഡെപ്പോസിഷൻ റേറ്റ്, പറഞ്ഞ ഡെപ്പോസിഷൻ റേറ്റ് കൂടുതലാണ് മറ്റ് വെൽഡിംഗ് പ്രോസസ്സുകളെ അപേക്ഷിച്ച്. റെസിഡ്യുവൽ സ്ട്രെസ്സസ് ആൻഡ് ഡിസ്റ്റോർഷൻ ലോ ആണ്, ഡിസ്റ്റോർഷനും റെസിഡ്യുവൽ സ്ട്രെസ്സും ഒക്കെ വളരെ കുറവായിരിക്കും. ലെസ് ഫ്ലെക്സ് കൺസപ്ഷനും കുറവാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ ഫ്ലെക്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒറ്റ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അത്രയും ഫ്ലെക്സ് മതി അവിടെ. നോ സ്പാറ്റർ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത്? ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ്സ് ഓഫ് ഹെവി തിക്നെസ് ക്യാൻ ബി വെൽഡഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ. തിക്നെസ് കൂടിയ ഫോർജിങ്ങുകൾ, കാസ്റ്റിങ്ങുകൾ, മെറ്റലുകളൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സം അലോയ്സ് സച്ച് ആസ് ലോ കാർബൺ ആൻഡ് മീഡിയം കാർബൺ സ്റ്റീൽസ് ക്യാൻ ബി വെൽഡഡ്. ഈ പറഞ്ഞ ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും ഒക്കെ വെൽഡ് ചെയ്യാൻ സാധിക്കും. ഹൈ സ്ട്രെങ്ത് സ്ട്രക്ചറൽ സ്റ്റീൽസ് ക്യാൻ ബി വെൽഡഡ്. ഈ പറഞ്ഞ സ്ട്രക്ചറൽ സ്റ്റീലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ ഉപയോഗിക്കാൻ നിർമ്മിക്കുന്ന, അതും ഒക്കെ വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ സ്ട്രെങ്ത് അലോയ് സ്റ്റീൽ സച്ച് ആസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് നിക്കൽ അലോയ് ക്യാൻ ബി വെൽഡഡ്. അപ്പോൾ ഇവിടെ കുറെ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് വെച്ചിട്ട് ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്കൽ അലോയും ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും ഒക്കെ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലിമിറ്റേഷൻ എന്താണ്? ദിസ് പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ വെൽഡിംഗ് ഓഫ് വെരി ഹെവി മെറ്റൽസ്. ഹെവി പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാൻ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയ പ്ലേറ്റുകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്.
എക്യുപ്മെന്റ്സ് ഒന്നുകൂടെ നമുക്ക് പറയാം എന്തൊക്കെയാണ്. AC പവർ സോഴ്സ്, AC പവർ സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പവർ സോഴ്സ് AC പവർ സോഴ്സ് ആണ്. വയർ ഫീഡർ എന്താണ്, ഇലക്ട്രോഡ് വയർ ഫീഡർ ആണ്. ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ്, കൺട്രോൾ പാനൽ, ട്രാവൽ ക്യാരിയേജ്, വാട്ടർ കൂൾഡ് കോപ്പർ ഷൂസ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. AC പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് റിക്വയർസ് എ പവർ സോഴ്സ് capable of delivering the AC welding current recommended for the process. The power source is stationary. അത് സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. AC ആണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളവർക്ക്. വയർ ഫീഡർ അതെന്താണ്, the function of the wire feeder is to deliver the ഇലക്ട്രോഡ് വയർ ത്രൂ ദ ഗൈഡ് ട്യൂബ് ടു ദ മോൾട്ടൺ ഫ്ലെക്സ്. അപ്പോൾ ഇലക്ട്രോഡ് വയർ നമ്മുടെ ഗൈഡ് ട്യൂബിൽ കൂടെ മോൾട്ടൺ ഫ്ലെക്സിലേക്ക് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് വയർ ഫീഡറിന്റെ ഉപയോഗം. ദെൻ ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ് അതെന്താണ്, the tube is insulated materials to avoid short circuiting. It is made of beryllium copper alloys because this alloy can withstand high temperature and retains its സ്ട്രെങ്ത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിലെ ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ. കാരണം അതിലേക്ക് ഈ ഫ്ലെക്സ് മോൾട്ടൺ സ്ലാഗ് മുകളിലേക്ക് വരുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇൻസുലേറ്റഡ് ഗൈഡ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ബെറീലിയം കോപ്പർ അലോയ്സ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ബെറീലിയം കോപ്പർ അലോയ്സ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് എ മൗണ്ടിങ് നിയർ ദ വെൽഡിംഗ് ഹെഡ് വിച്ച് ആസ് ദ ഫോളോയിങ് കമ്പോണൻസ്, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, റിമോട്ട് കൺട്രോൾ ഫോർ ഈച്ച് ഓഫ് ദ പവർ സോഴ്സ്. അതൊക്കെ ഈ മൊത്തത്തിൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പാനലിനെയാണ് കൺട്രോൾ പാനൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ ഫോർ ഈച്ച് വയർ ഫീഡ് ഡ്രൈവ്. ഇത് ഓട്ടോമാറ്റിക്കായി നടക്കുന്ന പ്രോസസ്സാണ്. ആരും മാനുവലി അതിലൊന്നും ചെയ്യുന്നില്ല. ഒരു തവണ ഈ കൺട്രോൾ പാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ നടന്നോളും. ഈ വയർ ഫീഡ് ചെയ്യാനുള്ള സ്പീഡ് കൊടുക്കണം. അലാം സിസ്റ്റംസ്, എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അലാം അടിക്കാനുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കണം. ട്രാവൽ ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ ഫംഗ്ഷൻസ് ഓഫ് ദ മെഷീൻ ആർ കൺട്രോൾഡ് ഫ്രം എ പാനൽ ലൊക്കേറ്റഡ് അറ്റ് ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് ക്യാരേജ് അസംബ്ലി. അതെല്ലാം കൂടെ ഉള്ള ഒരു അസംബ്ലിനെയാണ് നമ്മൾ ട്രാവൽ ക്യാരേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി വാട്ടർ കൂൾഡ് കോപ്പർ ഷൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിനാണ്, ആ മോൾട്ടൺ മെറ്റലിനെ മോൾട്ടൺ സ്ലാഗിനെയൊക്കെ കൺഫൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കോപ്പർ ഷൂ അവിടെ യൂസ് ചെയ്യുന്നത്. കോപ്പർ ഷൂസ് ആക്സലറേറ്റ്, സോ അത് ഈ സോളിഫിക്കേഷൻ ആക്സലറേറ്റ് ചെയ്യുകയും ചെയ്യും. ആക്സലറേഷൻ സോളിഫിക്കേഷൻ ഓഫ് വെൽഡ് മെറ്റൽ. ദ ഫംഗ്ഷൻസ് ഓഫ് കോപ്പർ ഷൂസ് ആർ ടു മെയിൻറ്റെയിൻ ദ മോൾട്ടൺ മെറ്റൽ ആൻഡ് മോൾട്ടൺ സ്ലാഗ് അണ്ടിൽ ഇറ്റ് ഇസ് സോളിഡ് ഫേസ്. കേട്ടോ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ, ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിന് പകരം ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് കൂടെ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പോലെ തന്നെയാണ്, അവിടെ ഒരു ഷീൽഡിംഗ് ഗ്യാസും കൂടെ എക്സ്ട്രാ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം എക്യുപ്മെന്റും ഒക്കെ സെയിം ആണ്. ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ് ഈസ് ആൻ ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് എ കാർബൺ ഡയോക്സൈഡ് ഓർ മിക്സ്ചർ ഓഫ് CO2 ആൻഡ് ആർഗൺ ഷീൽഡിംഗ് ഗ്യാസ് to protect the arc and molten weld metal from atmospheric contaminants. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്, ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി, ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗിൽ ഉപയോഗിക്കുന്ന രണ്ട് ഷീൽഡിംഗ് ഗ്യാസുകൾ ഏതൊക്കെയാണ്, ഒന്നുകിൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ആർഗൺ, രണ്ടിൻ്റെ മിക്സ്ചർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷീൽഡിംഗ് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കും. ഈ മോൾട്ടൺ മെറ്റലൊക്കെ അറ്റ്മോസ്ഫറിക് കണ്ടാമിനേഷനിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. എ കൺസ്യൂമബിൾ ഫ്ലെക്സ് കോർഡ് ഓർ സോളിഡ് ഇലക്ട്രോഡ് വയർ ഈസ് കണ്ടിന്യൂസ്ലി ആൻഡ് മെക്കാനിക്കലി ലെഡ് ഇൻ ടു ദ ആർക്ക് ആൻഡ് മോൾട്ടൺ പൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. എഡ്ജ് പ്രിപ്പറേഷൻ ഈസ് നോട്ട് നെസസറി. ദിസ് പ്രോസസ് മേ ബി ക്യാരിഡ് ഔട്ട് ബൈ 2 മെത്തേഡ്സ്. ഒന്നുകിൽ സോളിഡ് ഇലക്ട്രോഡ് പ്രോസസ്സ്, അതായത് ഈ പറഞ്ഞ സോളിഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഫ്ലക്സ് കോർഡ് ഇലക്ട്രോഡ് ആയിരിക്കും കൊടുക്കുക. സോളിഡ് ഇലക്ട്രോഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ദിസ് പ്രോസസ് ജനറലി സിംഗിൾ ഇലക്ട്രോഡ് ഈസ് ഫെഡ് ഇൻ ടു ദ ജോയിന്റ്. ഒരു സിംഗിൾ ഇലക്ട്രോഡ് ഇങ്ങനെ വയറിൽ ഇങ്ങനെ വയേർഡ് ഇലക്ട്രോഡായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. 2 ഇലക്ട്രോഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓഫ് തിക് പ്ലേറ്റ്സ്. ഒരു ഇലക്ട്രോണിന്റെ അപ്പുറത്ത് മറ്റൊരു ഇലക്ട്രോഡൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ദ ഷീൽഡ് ഈസ് ഡൺ ബൈ CO2 ഗ്യാസ് ആൻഡ് നോ എക്സ്ട്രാ ഫ്ലക്സ് ഈസ് റിക്വയർഡ്. അപ്പോൾ CO2 ഗ്യാസ് എന്നുള്ള ഷീൽഡാണ് അവിടെ യൂസ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലക്സ് കോർഡ് ഇലക്ട്രോഡ് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്, ഇൻ ദിസ് പ്രോസസ് ഇലക്ട്രോഡ് വിത്ത് ഫ്ലക്സ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോഡ് ഈസ് ഫെഡ് ഇൻ ടു ദ ജോയിന്റ് ആൻഡ് എ തിൻ ലെയർ ഓഫ് സ്ലാഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മോൾട്ടൺ പൂൾ. ദ ഷീൽഡിംഗ് ഈസ് ഡൺ ബൈ ഫ്ലെക്സ്. അവിടെ ഗ്യാസ് അല്ല, അവിടെ ഫ്ലെക്സ് തന്നെയാണ് അവിടെ ഷീൽഡിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻസ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓഫ് തിക്ക് പ്ലേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ കാർബൺ സ്റ്റീൽ ആൻഡ് അലോയ് സ്റ്റീൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കൂടെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അഡ്വാൻറ്റേജ്, വെൽഡർ ക്യാൻ സീ ദ വെൽഡിംഗ് പൂൾ ഈസിലി. റീസ്റ്റാർട്ടിംഗ് ദ വെൽഡ് ഈസ് ഈസിയർ. മറ്റേതിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ഇലക്ട്രോസ്ലാഗിൻ്റെ അത്രയും. ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ എക്കണോമിക്കൽ ഫോർ വെൽഡിംഗ് മെറ്റൽ ലെസർ ദാൻ 25 mm തിക്ക്. അത്
ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിൻ്റെ അതേ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു ഗ്യാസ് ഷീൽഡിങ് ഗ്യാസും കൂടെ എക്സ്ട്രാ വരുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി പ്രോസസ്സുകളൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാണെന്ന് കരുതിയാണ്. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ് തന്നെയാണ്. ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ് എന്നൊരു സംഗതി കൂടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. ഷീൽഡിങ് ഗ്യാസ് അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം അഡീഷണൽ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതിയാകും. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.